നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര അനുകൂലമായിരിക്കുന്ന ഒരു സമയമെന്ന് പറയാൻ കഴിയില്ല. ശുഭകർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ 10ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വരും. കർമാധിപതി ഭാഗ്യസ്ഥാനത്തുണ്ട്. അതൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളെ ചെയ്യുമെങ്കിലും അഷ്ടമത്തിലാണ് രാഹു. അപ്പോൾ ശാരീരികമായിട്ട് നടുവേദന പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മുഖത്ത് വരുന്ന രോഗം, പല്ല്, കണ്ണ്, ചെവി എന്നീ ഭാഗങ്ങളിൽ വരുന്ന രോഗങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ കുറച്ച് ടൈറ്റ് അനുഭവപ്പെടാൻ യോഗമുള്ള സമയമാണ്. സാമ്പത്തിക ഞെരുക്കത്തിന് യോഗമുണ്ട്. 2ൽ നിൽക്കുന്ന കേതുവാണ്. അതേപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം സംസാരം വളരെ ശ്രദ്ധിക്കണം. കാരണം ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്താണ്. പക്ഷേ അവിടെ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയും ശനിയും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അഗ്നിമാർദ്ദ യോഗമാണ്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും നല്ല രീതിയിൽ സംസാരിച്ചാലും അത് തെറ്റിദ്ധാരണാജനകമായി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുമാത്രമല്ല, കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് അഗ്നിമാർദ്ദ യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രതിസന്ധികൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടപ്പെടുത്താനും പറ്റില്ല, എന്നാൽ നഷ്ടപ്പെടുത്താതെ ഇരിക്കാനും പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയമാണ്. ദുരിത ഭവനാധിപതിയായിരിക്കുന്ന ബുധനും ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികൾ, ഇവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതിയാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട്, ഭാര്യ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളതിനോടൊപ്പം തന്നെ ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിന്ത കൂടാതെയുള്ള സംസാരം കൊണ്ട് ചെറിയ കലഹങ്ങളിലേക്ക് വരെ എത്തിച്ചേരാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം മറ്റുള്ളവരോട്. അതുപോലെ തന്നെ നിയമപരമായിരിക്കുന്ന രീതിയിൽ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ടി വരുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനി 5ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്ത് നിൽക്കുമ്പം ചില പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകുക, നിലവിൽ പ്രേമബന്ധങ്ങളുടെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ വീട്ടുകാരുടെ എതിർപ്പ് പോലെയുള്ള വിഷയങ്ങൾ അനുഭവത്തിൽ വരിക. ഇങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ഒന്നാമത് 12ാം വ്യാഴമാണ്. കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ശനിയും ചൊവ്വയും അഗ്നിമാർദ്ദ യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്കം കഴിപ്പിക്കണം. സൂര്യനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഗണപതി ഹോമം, ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. പൂർവികമായിട്ട് ആരാധിച്ചു വന്നിരുന്ന എന്നിട്ട് പിന്നെ മുടങ്ങിപ്പോയിട്ടുള്ള നാഗത്തിൻ്റെ ദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട് നാഗപൂജയൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.